സീറ്റിൽ വിജയിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട മുൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിൽ UDF 102 സീറ്റുകൾ നേടി ഭരണം തിരികെ പിടിച്ചപ്പോൾ പട നയിച്ചവൻ നാടിനെ നയിക്കട്ടെ എന്ന ജനവികാരം ഉൾക്കൊണ്ട് ഹൈക്കമാൻഡ് 10ാം നാളിൽ വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു. 100-ലധികം സീറ്റുകൾ UDF നേടുമെന്നും ഒരു ഡസനിലധികം മന്ത്രിമാർ തോൽക്കുമെന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രവചിച്ച മറ്റൊരു നേതാവ് ഉണ്ടായിരുന്നില്ല. 2021 പിണറായി വിജയന്റെ ഭരണ തുടർച്ചയ്ക്ക് പിന്നാലെ പ്രതിസന്ധിയിലായ UDF-നെ കരുത്തോടെ നയിച്ച ഗ്രൗണ്ട് മനസ്സിലാക്കിയുള്ള പ്രവചനമായിരുന്നു അത്. സാമുദായിക നേതാക്കളുടെ ഇഷ്ടക്കാരനാവാൻ ശ്രമിക്കാതെ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിന്ന പ്രതിപക്ഷ നേതാവെന്ന ഖ്യാതിയും ഇക്കാലയളവിൽ വി.ഡി. സതീശന് നേടാൻ സാധിച്ചു. തെരഞ്ഞെടുപ്പിന് മുമ്പ് പുതുയുഗയാത്ര എന്ന പരിപാടിയിലൂടെ കേരളത്തിലുടനീളം ജനങ്ങളുമായിട്ട് നേരിട്ട് സംവാദിക്കുകയും പുതിയ കേരളത്തിനായുള്ള തന്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുകയും ചെയ്തു വി.ഡി. സതീശൻ. 2021 പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണ തുടർച്ചയിൽ പ്രതിപക്ഷം നഷ്ടപ്പെട്ട UDF-നെ നയിക്കുക എന്ന ഉത്തരവാദിത്തമായിരുന്നു വി.ഡി. സതീശനിൽ എത്തിച്ചേർന്നത്. അവിടെ നിന്ന് അണികളെയും നേതാക്കളെയും 100 സീറ്റ് എന്ന സ്വപ്നം നൽകി സതീശൻ ചേർത്ത് നിർത്തി. നിയമസഭയ്ക്ക് അകത്തും പുറത്തും മുഖ്യമന്ത്രി പിണറായി വിജയനോട് ശക്തമായിട്ട് പോരാടുന്ന നേതാവ് എന്ന പ്രതിച്ഛായ സൃഷ്ടിച്ചു. പല വിഷയങ്ങളിലും അതിരൂക്ഷമായിട്ടുള്ള പിണറായി സതീശൻ വാക്പോര് സഭ സാക്ഷിയായിട്ടുണ്ട്. കേരളയിൽ വിരുദ്ധ സമരം, ലൈഫ് മിഷൻ അഴിമതി, AI ക്യാമറ വിവാദം, K-ഫോൺ, ശബരിമല സ്വർണ്ണക്കൊള്ള തുടങ്ങിയ ഭരണപക്ഷ പ്രതിരോധത്തിലായ വിഷയങ്ങളെയും കൃത്യതയോടെ വി.ഡി. സതീശൻ രാഷ്ട്രീയ ആയുധമാക്കി. 2021 ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്നിവയെല്ലാം UDF-നെ മികച്ച വിജയത്തിലേക്ക് നയിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. ഉപതെരഞ്ഞെടുപ്പ് കാലത്തിൽ PV അൻവറിനോട് സ്വീകരിച്ച നിലപാടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണം ഉയർന്നപ്പോൾ സ്വീകരിച്ച ഉറച്ച നിലപാടും പാർട്ടിക്കുള്ളിൽ തന്നെ അദ്ദേഹം കടുത്ത എതിർപ്പുകൾ നേരിട്ടു. K. ദാമോദരന്റെയും V. വിലാസിനി അമ്മയുടെയും മകനായിട്ട് 1964 മെയ് 31 എറണാകുളം ജില്ലയിലെ നെട്ടൂരിലാണ് വി.ഡി. സതീശൻ ജനിക്കുന്നത്. BA, LLB, MSW എന്നീ ബിരുദങ്ങൾ നേടി. തിരുവനന്തപുരം ലോ അക്കാദമിയിൽ നിന്നും നിയമബിരുദം നേടിയ ശേഷം ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് MVS നമ്പൂതിരിക്കൊപ്പം അഭിഭാഷകനായിട്ട് പ്രാക്ടീസ് ആരംഭിച്ചു. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയിൽ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യണമെന്ന മോഹം ഉപേക്ഷിച്ച് സതീശൻ രാഷ്ട്രീയത്തിൽ സജീവമാകുകയായിരുന്നു. KSUവിലൂടെയാണ് വി.ഡി. സതീശൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. തേവര സേക്രഡ് ഹാർട്ട് കോളേജ് ആർട്സ് ക്ലബ്ബ് സെക്രട്ടറിയായും MG കേരള സർവകലാശാലകളിൽ കൗൺസിലറായിട്ടും പ്രവർത്തിച്ചു. 1986-87 കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാല യൂണിയൻ ചെയർമാനായിരുന്നു. എറണാകുളത്ത് നടന്ന MG സർവകലാശാല യുവജനോത്സവം ഉത്സവ് 86 വിദ്യാർത്ഥി നേതാവായിട്ടുള്ള വി.ഡി. സതീശന്റെ സംഘാടക മികവിന്റെ തെളിവായിരുന്നു. പിന്നീട് NSUI ദേശീയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടും പ്രവർത്തിച്ചു. 1996 വി.ഡി. സതീശൻ ആദ്യമായിട്ട് നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. പറവൂർ മണ്ഡലത്തിൽ നിന്ന് തന്നെ കന്നി പോരാട്ടം ആരംഭിച്ചെങ്കിലും CPI P. രാജുവിനോട് 1116 വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. എന്നാൽ 3 തവണ അടുപ്പിച്ച് CPI ഭരിച്ച മണ്ഡലം 2001 തെരഞ്ഞെടുപ്പിൽ വി.ഡി. സതീശൻ തിരിച്ചുപിടിച്ചു. അങ്ങനെ നിയമസഭയിലേക്ക് കന്നി അംഗമായിട്ട് വി.ഡി. സതീശൻ പറവൂരിൽ നിന്നും വിജയിച്ചു കയറി. പിന്നീട് 2026 വരെയുള്ള തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായിട്ട് 6 തവണ പറവൂരിൽ വി.ഡി. സതീശനെ തന്നെ MLA ആയിട്ട് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇതിനിടെ നിയമസഭാ എസ്റ്റിമേറ്റ് കമ്മിറ്റി ചെയർമാൻ, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ എന്നീ നിലകളിലും ഇടക്കാലയളവിൽ വി.ഡി. സതീശൻ പ്രവർത്തിച്ചു. സംഘടനാ തലത്തിൽ KPCC വൈസ് പ്രസിഡന്റ്, AICC അംഗം എന്നീ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നേട്ടങ്ങളെക്കാൾ കൂടുതൽ തിരിച്ചടികൾ നേരിട്ട നേതാവാണ് വി.ഡി. സതീശൻ. 2011 ഉമ്മൻചാണ്ടി സർക്കാരിൽ വി.ഡി. സതീശന് മന്ത്രിസ്ഥാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും അവസാന നിമിഷം മന്ത്രിസ്ഥാനത്ത് നിന്നും ഒഴിവാക്കി. സ്പീക്കർ സ്ഥാനം വാഗ്ദാനം ചെയ്തെങ്കിലും വി.ഡി. സതീശൻ അത് നിരസിച്ചു. 2014 KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യം കോൺഗ്രസ് ഹൈക്കമാൻഡ് പരിഗണിച്ചെങ്കിലും ജൂനിയർ ആണെന്ന വിമർശനം വന്നതോടെ ആ സ്ഥാനവും നഷ്ടപ്പെട്ടു. വിദ്യാർത്ഥി നേതാവായിരിക്കെ സർവകലാശാല യൂണിയൻ ഭാരവാഹികളാകുന്നവരെ കാലാവധി കഴിയുമ്പോൾ KSU സംഘടനാ പദവികളിൽ അവരോധിക്കുക എന്ന നടപ്പുരീതി സതീശന്റെ കാര്യത്തിൽ പാലിക്കപ്പെട്ടിരുന്നില്ല. KSUവിൽ സ്ഥാനം നൽകാൻ കഴിയാത്തവരെ യൂത്ത് കോൺഗ്രസിൽ പുനരധിവസിപ്പിക്കുക എന്ന കീഴ്വഴക്കം സതീശന്റെ കാര്യത്തിൽ ലംഘിക്കപ്പെട്ടിരുന്നു. ഒരു സമയത്ത് KSU പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടെങ്കിലും അവസാന നിമിഷം ഒഴിവാക്കപ്പെടുകയായിരുന്നു. എന്നാൽ ഇന്ന് ആ ഒരു പോരാട്ടങ്ങൾക്ക് നടുവിൽ കേരളം നയിക്കുന്ന അടുത്ത മുഖ്യമന്ത്രിയായിട്ട് വി.ഡി. സതീശൻ മാറിയിരിക്കുകയാണ്.